ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഫർസാന ഐലൻഡിലേക്ക് പോവുകയാണ്. അവിടെ പോർട്ടിൽ രാവിലെ 5:30 ആകുമ്പം റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ടിക്കറ്റ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടൈമായപ്പോൾ ഞങ്ങൾ ഫെറിയിൽ കയറി അങ്ങനെ പോവുകയാണ്. ഒരു മണിക്കൂറാണ് ഇവിടുന്ന് ഫർസാന ഐലൻഡിലേക്കുള്ള ദൂരം കേട്ടോ. അതേ ദിവസം തന്നെ വൈകുന്നേരം 4:30 ഇത് റിട്ടേൺ ഉണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ദിവസം തങ്ങിയിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ പോരാം. ഞാൻ ആദ്യമായിട്ടാണ് കടലിലൂടെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം അവിടെ എത്താനായി. അതാ നങ്കൂരം ഇട്ടു. അങ്ങനെ അവിടെ എത്തിയ ശേഷം നമ്മൾ റെൻ്റ് കാർ എടുക്കുകയാണ് ചെയ്തത്. പോർട്ടിൻ്റെ ഉള്ളിലൊരു റെൻ്റ് കാർ ഉണ്ട്, അതത്ര നല്ലതല്ല. പുറത്തൊരു യെല്ലോ ഉണ്ട്, അത് നല്ല റെൻ്റ് കാറാണ്. അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ കാണാനുള്ള ഒന്നും അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഐലൻഡിൽ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ വഴിയിൽ ഈ ഒരു ഓട്ടോമാൻ കാസിൽ കണ്ടപ്പം അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പോൾ അത് ആർക്കിയോളജിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഫെൻസൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കിണറാണെന്നാണ് തോന്നുന്നത്. ഉള്ളിലേക്കൊരു കുഴിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീച്ചിൽ 2-3 ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി. അപ്പോൾ അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും വൈകുന്നേരമാണ് കേട്ടോ. അപ്പം സെയിം ഫെറിയിൽ പോരാന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം അവിടെ പോയിട്ട് തങ്ങുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഒരു ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് അവർ കൊണ്ടുപോകും. അങ്ങനെ ഡൈവിങ് ഉണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിച്ച് സെയിം ഫെറിയിൽ തന്നെ പോകുന്നതാണ്. നമുക്ക് തിരിച്ച് ജസാനിൽ ആ ദിവസം തന്നെ തിരിച്ച് പോകണമായിരുന്നു. അതുകൊണ്ട് തിരിച്ച് നമ്മൾ പോവാണ്. ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഒരു ബോട്ടിന് വേണ്ടി കുറേ ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ അവിടെ നിർത്തിയിട്ട ഒറ്റ ബോട്ടിലും ക്യാപ്റ്റൻ ഇല്ലായിരുന്നു. ഒരു ബോട്ട് അവിടെ പോവാമെന്ന് പറഞ്ഞ് നിന്നു, പക്ഷേ എൻജിൻ എന്തോ കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് പിന്നെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം തങ്ങണം. ഐലൻഡിൽ ഒരുപാട് നല്ല ബീച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ റൂം എടുത്തിട്ട് തങ്ങാൻ പറ്റും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ബീച്ചും കൂടെയൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ പോവുകയാണ്. യമനുമായിട്ട് സൗദി ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ജസാൻ. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫെറിയിൽ കയറി തിരിച്ച് അവിടെ എത്തി. ജസാനിലെത്തിയ സമയത്ത് എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് പെട്രോൾ കിട്ടാനില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറേ കറങ്ങിയ ശേഷമാണ് ഞങ്ങൾക്ക് പെട്രോളൊക്കെ കിട്ടിയത്. അങ്ങനെ ആ ദിവസം തന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് അബഹയിലേക്ക് തിരിച്ചു പോവാണ് ഉണ്ടായത്. ലൊക്കേഷൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.